ഹായ് ഫ്രണ്ട്സ്, ഇത് ചെറിയൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. മീൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് മീൻ കറിയാണ് വെക്കണം എന്നുള്ളതേ ഇക്കിപ്പോൾ വരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇക്കാക്ക് ഇഷ്ടമുള്ളൊരു മീനാണ്. ഞാൻ എല്ലാ മീനും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചില മീനുകളുടെ പേരൊന്നും അറിയില്ല. മത്തി, അയല, മാന്തള അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടാൽ പറയും. മറ്റു കുറേ മീനുകളുടെ പേര് അറിയില്ല. കഴിച്ചിട്ടുണ്ട്, എല്ലാ മീനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ഉരുളിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന കുറച്ച്. ഞാൻ എൻ്റെ വീട്ടിൽ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കില്ല, വെളിച്ചെണ്ണയാണ് എല്ലാത്തിലും. ബിരിയാണിയിൽ പോലും വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹലോ, ആ മീനിൻ്റെ പേരെന്താ? ഓരോരുത്തരും ഓരോ പേരാണ്. ഞമ്മളവിടെ കണ്ണമീൻ പറയും, ഞങ്ങളവിടെ കണ്ണമീൻ, പിന്നെന്താ ചൊടിയെന്ന് പറയും. ചൊടിയെന്ന് പറയും. പിന്നെ കണ്ണൂർ ഭാഗത്ത് കഴിച്ചൽ എന്ന് പറയും. കഴിച്ചല്, കണ്ണൂർ ഭാഗത്ത് കഴിച്ചലാണ് അത്ര. കഴിച്ചല് എന്ന് പറഞ്ഞത് നിക്കില്ല, അതെ, വഴുക്കി പോകും. അത് ശരിയാ. അതിന്റെ തലയൊക്കെ വഴുവഴുന്നുണ്ടാവില്ലേ, ചാരമൊക്കെ ഇട്ടിട്ട് വരക്കരുത്. ഇപ്പൊ നമ്മള് കഴിച്ചല് വല്ലാത്ത കഴിച്ചില്ല. എണ്ണ ചൂടായിട്ടുണ്ട്, ഉലുവ പൊട്ടിക്കാൻ കേട്ടോ. ഇത് പാലക്കാടത്തെ കറിയാണോ തൃശ്ശൂർ കറിയാണോന്നൊന്നും അറിയില്ല. ബ്രാല് കറി. ആ മീൻ എന്റെ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടട്ടെ. എന്റെ മീൻ കറി എന്റെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഉമ്മ ഉണ്ടാക്കണ കറി പോലെയാണ് അല്ലേക്കാ? ഉലി ഒരുപാട് പൊട്ടാനൊന്നല്ല, കരിഞ്ഞു പോവും. ആദ്യമായിട്ടൊക്കെ കറി വെക്കുമ്പോൾ കല്യാണത്തിന് മുമ്പ് ഇതൊന്നും പഠിച്ചിട്ട് വന്നൊന്നല്ല. ഈ 15 വയസ്സ് 16 വയസ്സിൽ ആരും അടുക്കളയിൽ കയറി ഇതൊക്കെ ഉണ്ടാക്കുന്നത്? വീട്ടിൽ സുഖമായിട്ട് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങാൻ, കളിക്കാൻ പോവുക, സ്കൂളിൽ പോവുക, വീട്ടിൽ വരെ സുഖമായിട്ടിരിക്കുക, അങ്ങനെയൊക്കെയല്ലേ. ഈ നന്നായിട്ട് ചുമന്ന ശേഷം തക്കാളിയും പച്ചമുളകും ഇടും. ഞങ്ങളുടെ അവിടെ പുതുക്കോട് എന്നാണ് എൻ്റെ നാടിൻ്റെ പേര് കേട്ടോ. കണ്ണമ്പറ പുതുക്കോട് പറയും. ഇക്കാൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കാവശ്ശേരി, പത്തനാപുരം, ആലത്തൂർ. അതിൻ്റെ അടുത്താണ് വടക്കഞ്ചേരി. വടക്കഞ്ചേരി കഴിഞ്ഞാൽ തൃശ്ശൂർ. അങ്ങനെയൊക്കെയാണ് ഈ നാടിൻ്റെ ഓരോ ഭാഗം കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കറി വയ്ക്കുന്നത് ഇങ്ങനെയല്ല. മീൻ കറി പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല വേറെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വെക്കുന്നുണ്ട്, കലക്കിയിട്ട് വെക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ മീൻ കറി വെക്കുന്നത് പുളി വെള്ളത്തിൽ മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, മീൻ, തേങ്ങ എല്ലാ അരപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പിൽ ഉലുവ താളിച്ചിട്ട് ഇത് ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോൾ മീൻ വേവുമ്പോൾ നിൽക്കും. പക്ഷെ ആ കറി ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ്റെ വീട്ടിൽ വെക്കുന്ന രീതിയാണ് ഇത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ നമുക്ക് ശീലമില്ലല്ലോ, ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഒന്ന് ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നു. ഉരുളിയിൽ കറി വെക്കുന്നില്ല, പഴം സംഭവം. പിന്നെ മീൻ കറിയിൽ എല്ലാവരും കറിവേപ്പില ഇടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിടും. മീൻ കറിയിൽ എല്ലാ കറിയിലും കറിവേപ്പിലിടും. പിന്നെ സാമ്പാറിലൊക്കെ മല്ലിയിലയൊക്കെ ഇടും. മീൻ കറിയില്ല, ഇല്ല. ഹോട്ടലിൽ പോയി കഴിക്കുന്നതിലൊന്നും ഇടും. മുളക് കറിയിലിടും, തേങ്ങ കറി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇടില്ല. ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ ഈ കറിവേപ്പില ഇഞ്ചി വേണ്ട, അതിന് മുളക്. ഇതിലില്ല മുളക് കറി. ഞാൻ ഉണ്ടാക്കുന്ന മുളക് കറി ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുളക് കറി ഇതൊക്കെ വെക്കുമ്പോൾ നല്ല റെഡ് കളറിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോകണേ. ഈ കറിക്ക് എത്ര ആവശ്യത്തിന് ഉപ്പ് വേണം അതിപ്പോൾ തന്നെ ഞാൻ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടാക്കി ഇരിക്കണതുകൊണ്ട് ഇപ്പോഴും കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നു. 2-3 മാസമായി നല്ല വയ്യാണ്ടിരിക്കുമായിരുന്നു. മരുന്നൊക്കെ കഴിച്ചിപ്പോഴാണ് കുറേയൊക്കെ ബെറ്ററായിട്ട് വരുന്നത്. ഇക്കുള്ളതുകൊണ്ട് എന്നെ നന്നായിട്ട് നോക്കിയത് കൊണ്ടൊക്കെ അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേനും ഒരു 2-3 പച്ചമുളകും കൂടെ ഇടും. ഇവിടെ വെളിച്ചം കുറച്ച് കുറവാണ് കേട്ടോ, ബൾബ് ഈ ഭാഗത്തായതുകൊണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന സൗണ്ട് കേൾക്കുന്നു ഉരുളിൻ്റെ. ഓക്കെ, തക്കാളി നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. തക്കാളി നല്ല ഉടഞ്ഞു വെക്കും. ആ പുളിയൊക്കെ ഉണ്ട് ഇറങ്ങണം കറിയിൽ. ശരിക്കും ഈ കറി വെച്ചിട്ട് ഇപ്പം കഴിക്കുന്നതിനേക്കാളും നാളെ കഴിക്കുന്നത് സൂപ്പർ. അതുകൊണ്ട് രാത്രി ഇപ്പം സമയം എത്ര കഴിക്കാം? ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു.
ഇക്ക ഞാനും കൂടെ പുറത്ത് പോയിട്ട് ഈ മീൻ വേണം പറഞ്ഞിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ്. ആ മീനിന്റെ പേര് ഇക്ക പറഞ്ഞില്ലേ, ആ മീനിന് അതെ. അപ്പൊ അത് ഇപ്പൊ രാത്രി കറി വെച്ചിട്ട് നാളേക്ക് രാവിലേക്ക് ഉച്ചയ്ക്ക് ഒക്കെ എടുക്കും. അത് ഞാൻ രാവിലെ കഴിക്കില്ല, ഇക്കാക്ക് രാവിലെ എനിക്ക് മീൻ കറിയും ദോശ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇവിടെ ഞാനും പിള്ളേരൊക്കെ ചട്നി സാമ്പാർ അങ്ങനെ. എൻ്റെ ഇക്കയും ഇടയ്ക്ക് നല്ലതായിട്ട് കറിയൊക്കെ ഉണ്ടാക്കട്ടോ. മെയിൻ രാവിലെ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കും. ഞാൻ ഇക്കനോട് ഇന്നടക്ക് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, ഞാൻ വഹിച്ച നിങ്ങളുടെ മക്കൾ ഉപ്പുമാവ് ചാവും. എനിക്ക് വയ്യാണ്ടാവുന്ന ദിവസം കണ്ടില്ല, മൂപ്പര് രാവിലെ അടിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. വെറൈറ്റി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഡെയിലി ഇരിക്കുവാണ്. അത് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലോ. മടുപ്പ് തോന്നുന്നില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ മക്കൾ നമ്മളെ പോലെ അല്ലല്ലോ. അവർക്ക് രാവിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയാണ്, പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക. അപ്പോൾ ഇത് ഈ ഒരു കറിക്ക് എത്ര ആവശ്യമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കറി വയ്ക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നത് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കുക. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് നല്ല എരിവ് വേണം. അതല്ല മീൻ നിറയെ തലയും ഇതൊക്കെ ആയിട്ട് നല്ലോണം ഉണ്ട്. ഒരു തേങ്ങയാണ് ഈ കറിക്ക് ഞാൻ വെക്കുന്നത്, അത് നല്ല എരിവും വേണം. പിന്നെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിൻ്റെ പച്ചക്കുത്ത് പോകണമെടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കത്തിക്കുത്തിനോട് മാങ്ങ എന്നെ സഹായിക്കുകയാണ് എൻ്റെ കണ്ട മാങ്ങ മുറിക്കുകയാണ്. ഇതിന് ഇളക്കി മുളക് കുത്തിയാണ്. ശരിക്കും പറയാം, മുളക് പൊടി പാത്രം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും തുമ്മൽ എത്ര എണ്ണം കഴിയുന്നറിയോ? ഇന്നെന്താണോ മൂക്കിൽ മരുന്നടിച്ചു. എനിക്ക് അലർജിന്റെ പ്രശ്നം തുടങ്ങി, തണുപ്പായിരുന്നു. അല്ലല്ല ഇത് വേണ്ടക്ക, മാങ്ങ വാടിപ്പോയി. ഇല്ല വേണം, പുളി വേണം. മീൻകറിയിൽ മാങ്ങ ഉണ്ട്. ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പം പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊഴിക്കുമ്പോൾ എപ്പോഴും അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ മുഖം വെക്കരുത്, മുഖം പൊള്ളിപ്പോകും. പിന്നെ അയ്യോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനുഭവം ഉള്ളതുകൊണ്ട് കാര്യം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. കൈ തട്ടിയാ നിങ്ങ വെറുതെ വന്ന് നിൽക്കാം. കൈ നോക്കി ചെറുതായിട്ട് കത്തിയിട്ട് പോക്കാണ് ഞാൻ ചെയ്തോണ്ട്. ഇപ്പോൾ കൈ തട്ടിക്കല്ലേ, ഞാൻ ചെയ്യാം. വെറുതെ നിന്നാൽ മതി. ഓക്കെ, പൊട്ടിയിലൊന്നും ചെയ്യാൻ നന്നായിട്ട് അവിടെ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ അടച്ചെടുക്കാം. ഏതാ ഇതിലേക്ക് മാങ്ങ കഷ്ണം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ കഷ്ണം അല്ലിട്ട തല വെന്തിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുണ്ട്. തല വലിയ തല, ആ മീന് വലിയ 3 കിലോൻ്റെ മീനാണ്. വലിയ മീനായതുകൊണ്ട് വലിയ തലയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പച്ച മണമൊക്കെ പോയതിന് ശേഷം നമുക്ക് മീൻ ഇട്ടിട്ട് കറി റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നറിയോ? അതേ മീനിൻ്റെ മുളക് കറി, നമ്മുടെ കറി ഉണ്ടല്ലോ, അതിൻ്റെ മുളക് സ്മെല്ലൊക്കെ പോയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തുറക്കുക, എന്നിട്ട് നമ്മുടെ മീനൊക്കെ എടുത്തിടാം. അതിനു മുമ്പ് മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ, പച്ചമാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെറുതെ അടുത്ത് വന്ന് നിന്നിട്ട് മാങ്ങനെയും മുറിച്ചിട്ട് ചെറുതായിട്ട് കൈയും മുറിച്ച് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ തല ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് 2 പീസാക്കിയില്ലേ? 4 പീസാക്കിയ ഒരു തലയാണ്, അതിനെ 4 പീസാക്കിയിട്ടുണ്ട്. ഈ മീനിൻ്റെ പേര് എനിക്ക് കിട്ടില്ല, ഞാൻ പഠിച്ചു. ബ്രാലി. ഇതൊക്കെ തല പീസാണ്. നമുക്ക് മീൻ കച്ചവടം തുടങ്ങിയാലോ? അയ്യോ, ഇങ്ങനെയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം വരെ നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇതുപോലെ ഒന്നും സംസാരിക്കൊന്നും ചെയ്യില്ല. ഇപ്പോഴൊക്കെയല്ലേ സംസാരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അന്ന് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് പോലും അധികം അറിയില്ല. ഇതെങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് തല അടി വെച്ച് കൊടുക്കാം.
കറി തിളച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനും പണ്ട് ഇത്രയൊന്നും സംസാരിക്കില്ല. ഞാൻ എപ്പം മുതൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കട്ടെ മക്കൾ വലുതായതിനു ശേഷം. എൻ്റെ മകനൊരു 15 വയസ്സൊക്കെ ആയപ്പാട്ട, മൂത്ത മോന്. അപ്പോഴാണ് ഇങ്ങനെ മക്കളിലൂടെയാണ് ലോകം അറിയാൻ തുടങ്ങിയത്, പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകനിലൂടെ. ഇക്ക എന്നിലൂടെയാണ് ലോകം അറിയാൻ തുടങ്ങിയത്. അല്ല പിന്നെ എങ്ങനെയാണ്? അല്ല, ഈ ലോകത്തിനെ കുറിച്ച് കുറെ ഫേക്ക് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഇതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ മകൻ അമ്മ ആളുകൾ ഇങ്ങനെയാണ്, അവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ ജീവിക്കണം, ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും ഇതുവരെയ്ക്കും. അൽഹംദുലില്ലാ. ഈ വാപ്പാൻ്റെ അല്ലേ മക്കള്, പ്രത്യേകിച്ച് മക്കൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെയ്ക്കും അത് തന്നെയാണ്. പരസ്പരം എത്തിച്ചായിട്ട് ഇക്കാക്ക് എന്നെ ഇഷ്ടമല്ലേക്കാ? അത് തീയൊക്കെ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്, മീനൊന്ന് വേറട്ടെ കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വയ്ക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാങ്ങയും ഇതെല്ലാം ഇട്ടിട്ട് മീനെല്ലാം ഇട്ടിട്ട് തിളയ്ക്കാൻ വെച്ചിട്ട് നല്ല തിളച്ച മുളക് സ്മെല്ലെല്ലാം പോയതിന് ശേഷം തേങ്ങ അരച്ചൊഴിച്ചു. അതിന് ശേഷം അടച്ച് വെച്ച് വെന്ത ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇക്കാക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ വേഗം വീഡിയോ എടുക്കുകയും വേണം. സമയം 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ ഇക്കാക്കുള്ള ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇക്കാക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണെന്ന് പിള്ളേരൊക്കെ കഴിച്ചാൽ അവർക്ക് ചോറ് ഇഷ്ടമല്ല, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം കഴിക്കുള്ളൂ. ഇക്കാക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇക്ക മീനിൻ്റെ തല കഴിക്കില്ല, തല കഴിക്കുന്ന ആൾ ഞാനാണ്. അപ്പം ഇക്കാക്ക് മീൻ കഷ്ണത്തോടുകൂടി ചോറ്, കുറച്ച് കഷ്ണം ഉണ്ടാവുള്ളൂ മീനിൻ്റെ. ഇതാണ് എൻ്റെ കറി. ഇത് ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം മാങ്ങ കൊടുക്കാം കേട്ടോ. ഇക്കാക്ക് മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ താഴെ പോലെ ഇനി കഴിക്കാൻ പോകണം കേട്ടോ. ഇക്ക മീൻ കറി കൂടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുഞ്ഞുമണി വെയിറ്റിങ്ങിലാണ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടൊക്കെ മീൻ കറി? അടിപൊളിയാടാ. എനിക്കിന്നൊരു വാരി തരുന്നില്ല. ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പം ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ വാരിത്തരും. കുറച്ച് മതിയേ. അടിപൊളിയായിട്ടുണ്ട്. നാളേക്ക് ഇന്ന് സൂപ്പറായിരിക്കും. എന്താ വെച്ചാൽ മാങ്ങ കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തിയും മീൻ കറി ഉണ്ട്. ചിക്കൻ കറി ഉണ്ട്, എനിക്ക് വേണ്ട, അത് പിള്ളേർ കഴിച്ചു. എനിക്കുള്ളതുണ്ട്, പക്ഷെ ഞാൻ മീൻ കറി ടേസ്റ്റ് ചെയ്യണം. അത് തന്നെ തലപ്പീസ്, ഒരു തല അങ്ങനെയുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് പുഴമീൻ, പുഴയിലുണ്ടാവണല്ലേക്കാ. നാളേക്ക് മീൻ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞുമണി കഴിക്കുന്നുണ്ടോ? കുഞ്ഞുമാ പിടിച്ചിട്ടുണ്ടോ? ഇവിടെ കുഞ്ഞുമണി കഴിക്കുന്നുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങളിലൊക്കെ മീൻ പിടിച്ച് ഉപ്പും മുളകും പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയിൽ പിടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ തല വലിയ തലയല്ലേ. കുട്ടാപ്പി വന്നോ? കുട്ടാപ്പി കൊടുത്തിട്ട് എരിവ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എന്തായാലും ഞാൻ ഇക്ക കമ്പനി കൊടുക്കാൻ വേണ്ടി കണ്ട ഒരു ചപ്പാത്തി എടുത്തിട്ടായിരുന്നു. അപ്പോൾ ചാറും മീനൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ചപ്പാത്തി കഴിച്ചില്ല, കറി ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.